പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ധൂർത്ത്, ആ ധൂർത്തിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് കാലമായി പൊതുമണ്ഡലത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടി ചെലവഴിച്ച പണം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് വേണ്ടി നിർമ്മിച്ച ഉപയോഗിച്ച പണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നീന്തൽക്കുളം നവീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ലക്ഷങ്ങൾ, അതിൻ്റെയൊക്കെ വാർത്തകൾ പൊതുമണ്ഡലത്തിലുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകക്കുഴി നവീകരിക്കുന്നതിന് വേണ്ടി 3,72,000 രൂപയ്ക്ക് ടെൻഡർ വിളിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ടെൻഡർ വിളിച്ചു എന്നുള്ളതാണ്. എത്ര ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും ആദ്യം അദ്ദേഹത്തിൻ്റെ കാലിത്തൊഴുത്തിനെ കുറിച്ചാണ് വാർത്ത വന്നതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിയെക്കുറിച്ച്, കാരണം ഈ കാലിത്തൊഴുത്തിലെ കാലികളിടുന്ന ചാണകം വീഴുന്ന ചാണകക്കുഴി നവീകരിക്കുവാൻ 3,72,000 രൂപയ്ക്കുള്ള ടെൻഡർ വിളിച്ചിരിക്കുന്നു. സ്വാഭാവികമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ, ലക്ഷക്കണക്കിന് പേർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ, ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഈ പറഞ്ഞ പോലെ പീഡനം അനുഭവിക്കുന്ന ഈ തൊഴിലാളികൾക്ക് 2 പ്രാവശ്യം മാത്രമായി പെൻഷൻ ശമ്പളം കിട്ടുന്നതൊക്കെ സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിക്ക് 3,72,000 രൂപയ്ക്ക് ടെൻഡർ വിളിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി വിമർശനം ഉയർന്നു വരിക തന്നെ ചെയ്യും. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കൂടി ഉയർന്നു വരും. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2021 ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തിന് വേണ്ടി ചെലവഴിച്ച പണത്തിൻ്റെ, അല്ലെങ്കിൽ ടെൻഡർ വിളിച്ച പണത്തിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2021 ടെൻഡർ വിളിച്ച കണക്കുകൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ടെൻഡർ വിളിക്കാത്ത കണക്കുകൾ വേറെയുണ്ട്, അതൊക്കെ വഴിയെ പുറത്തു വരും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് 2021 ടെൻഡർ വിളിച്ചത് മാത്രമാണ്. എന്ന് പറയുമ്പോൾ 1 വർഷത്തെ മാത്രം കണക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. 7 വർഷമായി പിണറായി വിജയൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നാൽ ഞെട്ടിപ്പോവും. അതിൻ്റെ കണക്കുകളൊക്കെ വഴിയെ പുറത്തു വരും. എന്തായാലും ഞാൻ 2021 ടെൻഡർ വിളിച്ച തുകയുടെ വിശദാംശങ്ങളാണ് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 വർഷത്തെ കണക്കുകൾ വരാനുണ്ട്. 7 വർഷവും ടെൻഡർ വിളിച്ചും വിളിക്കാതെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്കുകൾ പുറത്തു വരണം. ഞാൻ 1 വർഷത്തെ കണക്ക് മാത്രമാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ കണക്കെന്ന് പറയുന്നത് തന്നെ, അതായത് 2021 മുഖ്യമന്ത്രി താമസിക്കുന്ന ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ ടെൻഡർ വിളിച്ചു ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം 2,19,00,000 രൂപ ആയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2,19,00,000 രൂപ 1 വർഷം ടെൻഡർ വിളിച്ച് ചെയ്ത പണികൾക്ക് മാത്രം. അതിൻ്റെ സ്പ്ലിറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും. ടോയ്ലറ്റിന് 3,79 ലക്ഷം. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കക്കൂസ് നവീകരിക്കാൻ 3,79 ലക്ഷം. ഇതെന്താ വല്ല ചെഷസ്ക്യൂ വല്ല ആണോ ഇത്? ചെഷസ്ക്യൂവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ മന്ത്രിമന്ദിരങ്ങളിൽ ഇങ്ങനെ സ്വർണം കൊണ്ടുണ്ടാക്കിയ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള അവസരം കിട്ടിയാൽ അതും ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒട്ടും കുറയ്ക്കാതെ നമ്മുടെ മുഖ്യമന്ത്രി 3,79 ലക്ഷം രൂപയുടെ ടോയ്ലറ്റ്. 2, സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, ക്ലിഫ് ഹൗസിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് 39.54 ലക്ഷം രൂപ. എന്താണ് ഈ ക്ലിഫ് ഹൗസിന് അകത്തുള്ള സുരക്ഷ വർദ്ധിപ്പിക്കൽ എന്നുള്ളത്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറമേ നടത്തുന്ന പണികൾ എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10-40 വണ്ടികളിലാണ് പുറത്ത് നടക്കുന്നത്. ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡസൻ കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ക്ലിഫ് ഹൗസിനകത്ത് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ചെലവ് 39.54 ലക്ഷം. അടുത്തത് ടാറിങ്ങിന് 1.55 ലക്ഷം. 1.5 ലക്ഷം രൂപയ്ക്ക് ടാർ ചെയ്യുകയാണ്. CCTV 15.89 ലക്ഷം. നമുക്കറിയാമല്ലോ, നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയമൊക്കെ വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിലെ മാത്രം CCTV ഈ പറഞ്ഞ പോലെ മിന്നലടിച്ച് മോശമായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ വന്ന സമയമായിരുന്നു. എന്തായാലും CCTVക്ക് 15 ലക്ഷം രൂപ.
മൺസൂണിന് മുമ്പ് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് 1.69 ലക്ഷം രൂപ. കാരണം മൺസൂണൊക്കെ വരുന്നതിന് മുമ്പ് കുറേ ഈ പറഞ്ഞ പോലെ മരുന്നടി ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമല്ലോ. അതിന് 1.69 ലക്ഷം രൂപ. ഡീസൽ ജനറേറ്റർ വാങ്ങിക്കാൻ 6 ലക്ഷം രൂപ. ക്ലിഫ് ഹൗസിനകത്ത് ബാരക്ക് നിർമ്മിക്കാൻ 72 ലക്ഷം രൂപ. അതായത് ക്ലിഫ് ഹൗസിനകത്ത് ബാരക്ക് നിർമ്മിക്കാൻ ഏതാണ്ട് 72 ലക്ഷം രൂപ. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനം. ക്ലിഫ് ഹൗസിനകത്തേക്ക് ക്ലിഫ് ഹൗസിൻ്റെ മതിലിന് പുറത്ത് നിൽക്കുന്ന മരങ്ങളിൽ നിന്നുള്ള ചില്ലകൾ വെട്ടിക്കളയാൻ 1,77,000 രൂപ. ആലോചിച്ച് നോക്കണം. ജനങ്ങളുടെ മുഖ്യമന്ത്രി, ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച മുഖ്യമന്ത്രി, CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, CPM എന്ന് പറഞ്ഞ ദരിദ്രനാരായണൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ മുറിക്കാൻ 1,77,000 രൂപ. നാണമുണ്ടോ പിണറായി വിജയ? ഉളുപ്പുണ്ടോ പിണറായി വിജയ? ലജ്ജയുണ്ടോ പിണറായി വിജയ എന്നാ ചോദിക്കുന്നത്. 1,77,000 രൂപ. അതുപോലെ ഗാർഡിൻ്റെ റൂമിൽ ഒരു ഭിത്തിയലമാരി വെക്കാൻ 1,39,000. ഒരു ഭിത്തിയലമാരി 10,25,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് വെക്കാവുന്ന ഒരു ഭിത്തിയലമാരി വെക്കാൻ 1,39,000 രൂപ. ഇവിടെ ഗാർഡ് റൂമിൽ. ആന മാത്രമല്ല, ആനപ്പണ്ടത്തിനും വില എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഗാർഡിൻ്റെ മുറിയിൽ 1,39,000 രൂപ. ഇൻറ്റീരിയർ വർക്കിന് 3,80,000 രൂപ. ക്ലിഫ് ഹൗസിനകത്ത് നടപ്പാതകൾ നവീകരിക്കാൻ 13,62,000 രൂപ. ഞാൻ പറഞ്ഞു, ഇയാൾ എന്താണ്, ഇയാൾ ചെഷസ്കോനെയൊക്കെ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണോ? നടപ്പാത വികസിപ്പിക്കാൻ ആലോചിച്ച് നോക്കണം. നടപ്പാത വികസിക്കാൻ 13 ലക്ഷം രൂപ. ഇനി നമ്മൾ നേരത്തെ കേട്ടതുപോലെ കാലിത്തൊഴുത്തിന് 42,80,000. അത് നമ്മൾ നേരത്തെ കേട്ടതാണ്. കാലിത്തൊഴുത്തിന് 42,80,000 രൂപയുടെ നവീകരണം. ചാണകക്കുഴിക്ക് 3.72 ലക്ഷം. കർട്ടൻ ഇടാൻ 7 ലക്ഷം. പെയിൻറ്റിങ്ങിന് 10.7 ലക്ഷം. ഇതെല്ലാം കൂടെ ചേർന്ന് 2021 ടെൻഡർ വിളിച്ച് നടത്തിയ ക്ലിഫ് ഹൗസിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ മാത്രം 2,19 ലക്ഷം രൂപ. ഈ തുക ഉണ്ടായിരുന്നുവെങ്കിൽ 55 ലൈഫ് മിഷൻ വീടുകൾ നിർമ്മിക്കാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തുക ഉണ്ടായിരുന്നുവെങ്കിൽ 55 ലൈഫ് മിഷൻ വീടുകൾ പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. അതായത് പാവപ്പെട്ടവർക്ക് 55 ലൈഫ് മിഷൻ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണമാണ് ഒരു വർഷം ഇയാളുടെ ക്ലിഫ് ഹൗസിനകത്ത് നവീകരിക്കാൻ വേണ്ടി ചെലവഴിച്ചത്. ഇതെന്തൊരു ഭീകരമായ ധൂർത്താണ് സുഹൃത്തുക്കളെ. ഈ ധൂർത്തും ഈ വൃത്തികേടും ഇവിടെ ചെയ്തിട്ടാണ് കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് കിടന്ന് മോങ്ങുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ. ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഈ അവസ്ഥയ്ക്കെതിരെ പോരാടാനും ഇവിടെ ഒന്നും ആരുമില്ല. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ പ്രതിപക്ഷവും ഇല്ല, BJP ഇല്ല, ഒരു ചുക്കുമില്ല, ഒരു പുല്ലുമില്ല. അപ്പോൾ ഇതാണ് ക്ലിഫ് ഹൗസിലെ ചെലവിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ. ഈ കണക്കുകൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇനി വരാൻ പോകുന്നുണ്ട് കണക്കുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ടെൻഡർ വിളിച്ച കണക്കുകളാണിത്. ടെൻഡർ വിളിക്കാത്ത കണക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു 7 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ നിലയിൽ പോയാൽ ഒരു 19 കോടി രൂപയെങ്കിലും ഈ ക്ലിഫ് ഹൗസ് നവീകരണവുമായി ബന്ധപ്പെട്ട് ചിലവാക്കപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാണകക്കുഴിക്ക് 3.5 ലക്ഷം. ഗാർഡിൻ്റെ മുറിയിലെ ഭിത്തിയലമാരിക്ക് 1,39,000. ക്ലിഫ് ഹൗസിനകത്തേക്കുള്ള ചില്ല വെട്ടിക്കളയാൻ 1,77,000. നടപ്പാത ഉണ്ടാക്കാൻ 13,59,000. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഇത് നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പണമൊന്നും അല്ലല്ലോ. ഇത് ജനങ്ങൾ നീതി കൊടുക്കുന്ന പണമല്ലേ? ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിൽക്കുന്ന പണമല്ലേ? അതിങ്ങനെ ഇട്ട് ധൂർത്ത് കളിക്കാനും ഇങ്ങനെ ദീപാവലി കുളിക്കാനും പിണറായി വിജയ നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ, ഉളുപ്പില്ലേ എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിലും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്.